ഏഷ്യ കപ്പിൽ മത്സരങ്ങൾ സൂപ്പർ ഫോറിലെത്തുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലാണോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ, അല്ല എന്ന്. ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു മത്സരം പോലും ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിൽ ഉണ്ടായിട്ടില്ല. ആവേശം പകരുമെന്ന് കരുതിയ ഇന്ത്യ പാക് ക്ലാസിക് പോരാട്ടമാകട്ടെ വിവാദ ചുഴിയിലും പെട്ടു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപ്രിയമായ ടൂർണമെന്റായി മാറിയിരിക്കുകയാണ് ഇപ്രാവശ്യത്തേത്. കുട്ടി ക്രിക്കറ്റിലേക്ക് ടൂർണമെന്റ് തിരിച്ചെത്തിയെങ്കിലും അണുവിട ആസ്വദിക്കാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അവസരം നൽകിയില്ല. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെട്ടതോടെ എല്ലാവരും കരുതിയത് പഴയ കാലഘട്ടത്തെ പോലെ ആവേശം അലതല്ലുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മത്സരം ഏകപക്ഷീയമായി ഇന്ത്യ വിജയിച്ചു. പിന്നാലെ വിവാദവും. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാക് നായകൻ സൽമാൻ ആഗയ്ക്ക് ഹസ്തദാനം നൽകാത്തതാണ് വിവാദമായത്. മത്സരം നിയന്ത്രിച്ച മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ഇന്ത്യക്കൊപ്പം നിലകൊണ്ടുവെന്നും ചൂണ്ടിക്കാണിച്ച് ICCക്ക് പരാതി നൽകി. ഒപ്പം പൈക്രോഫ്റ്റിനെ മാറ്റണമെന്നും പാക് ആവശ്യപ്പെട്ടു. എന്നാൽ പാക് ആവശ്യം ICC തള്ളിയതോടെ PCB പ്രതിഷേധമായി UAEക്കെതിരായ മത്സരം 1 മണിക്കൂർ വൈകിപ്പിച്ചു. വിഷയത്തിൽ ഒന്നിലധികം ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെതിരെ നടപടിക്കൊരുങ്ങി ICC. ടൂർണമെന്റിൽ ആകെ ആശ്വാസം നൽകിയത് അഫ്ഗാനിസ്ഥാൻ മാത്രം. എല്ലാ ലോകവേദികളിലും വമ്പന്മാരെ വിറപ്പിക്കുന്നത് പോലെ തന്നെ അഫ്ഗാൻ ഏഷ്യ കപ്പിലും നിലകൊണ്ടു. ഗ്രൂപ്പ് ബിയിൽ അവസാന മത്സരത്തിലാണ് സൂപ്പർ 4 ചിത്രം തെളിഞ്ഞത്. അവസാന മത്സരത്തിൽ അഫ്ഗാൻ തോറ്റ് സൂപ്പർ 4 കാണാതെ പുറത്തായെങ്കിലും തല ഉയർത്തിയാണ് റാഷിദ് ഖാനും സംഘവും മടങ്ങുന്നത്. ഏഷ്യ കപ്പിൽ അവസാന പ്രതീക്ഷയാണ് സൂപ്പർ 4 മത്സരങ്ങൾ. ഇതിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ.